അനൂസ് മിലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മളൊരു ആഡംബര കപ്പൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണെന്ന്. നമ്മളിപ്പോൾ ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ്. നമുക്ക് പോകേണ്ടത് കൊച്ചിയിലാണ്. ഏകദേശം 1 hour ട്രാവൽ മാത്രമേ ഉള്ളൂ ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിലോട്ട് പോകാനായിട്ട്. നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. വൈഫ്, മോന്, പിന്നെ മദറില്ല, ഫാദറില്ല, ഇത്ര പേരുണ്ട്. അങ്ങനെ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എക്സിറ്റ് ഭാഗത്തോട്ട് ഒരു എയർ ബസ്സിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ യാദൃശ്ചികമായിട്ട് 2 സെലിബ്രിറ്റീസിനെ നമ്മൾ ഈ ബസ്സിനകത്ത് നിന്ന് കാണാൻ പറ്റി. ആക്ട്രസ് ആയിട്ടുള്ള നൂറിൻ ഷെരീഫും ഹസ്ബൻഡ് ഫാഹിം സഫറുമാണ്. ദിലീപ് നായകനായിട്ടുള്ള ബബഭ എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നവരാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെയോ കണ്ടിട്ട് തിരിച്ച് ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിലോട്ട് പോകുന്ന വഴിയെന്നാണ് ഞാൻ അവരോട് ചോദിച്ചാൽ പറയാൻ കിട്ടിയത്. നമുക്കിനി ഇവിടുത്തെ ബോൾഗാട്ടിയിലാണ് പോകേണ്ടത്. ഊബറിലാണ് നമ്മൾ ഇവിടുത്തെ ബോൾഗാട്ടിയിലോട്ട് പോകുന്നത്. സുഹൃത്തുക്കളെ, ഫൈനലി നമ്മൾ ബോൾഗാട്ടിയിൽ ബോട്ട് ജെട്ടിയിലൂടെ എത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ വലിയ ക്രൂയിസ് ഷിപ്പാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കേരള ഗവൺമെൻറ് ഷിപ്പാണിത്. അതുകൊണ്ടാണ് ഇത്രയും ചീപ്പ് റേറ്റിന് നമുക്ക് കിട്ടുന്നത്. വെറും 2000 രൂപയാണ് ഇതിനകത്ത് പെർ ഹെഡ് ചാർജായിട്ട് അവരെടുക്കുന്നത്. ശ്രദ്ധിക്കുക, ഇൻക്ലൂഡിങ് ഫുഡാണ് ഈ 2000 രൂപ എന്നുള്ളത്. നമ്മളെ കയറിയോണ്ട് നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ എല്ലാവരും ചെക്ക് ചെയ്യും. നെഫർട്ടിറ്റി എന്നാണ് ഈ ക്രൂസ് ഷിപ്പിൻ്റെ പേര്. ആക്ച്വലി ഈ നെഫർട്ടിറ്റി എന്നുള്ള പേര് ഈജിപ്തിലെ ഒരു രാജ്ഞിയുടെ പേരാണ്. ഈ കപ്പൽ ഇതിനകത്തുള്ള സംവിധാനങ്ങളെല്ലാം ഈജിപ്ഷ്യൻ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കയറിയോടെ തന്നെ എൻട്രൻസ് ഭാഗത്തുനിന്ന് നമുക്ക് വെൽക്കം ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൃത്യസമയത്താണ് ഇവിടെ റീച്ച് ചെയ്തിരിക്കുന്നത്. ഇനി 1-2 ആൾക്കാർ മാത്രമേ ഇവിടെ വരാനായിട്ട് ബാക്കിയുള്ളൂ. ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് KSIC എന്നാണ് ഷോർട്ട് നെയിം. കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ക്രൂയിസ് ബസ്സിലാണ് നെഫർട്ടിറ്റി. അപ്പോൾ നമ്മുടെ യാത്രാ ടൈം 5 മണിക്കൂറാണ്. 5 മണിക്കൂർ നമ്മൾ വെറുതെ പോയിട്ട് വരുന്ന ട്രിപ്പല്ല, നല്ല അടിപൊളി ട്രിപ്പ്. Your luxury getaway to the stunning Arabian Sea. What's the one thing we should all prioritize when we are out at sea? അങ്ങനെ ഈ ഷിപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും പിന്നെ സേഫ്റ്റി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിൽ പോയി നോക്കാം. ഫസ്റ്റ് ഫ്ലോറിൽ കയറിയുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നൊരു മിനി ബാറാണ്. നമുക്ക് ബിയറോ ലിക്കറോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് വാങ്ങി കുടിക്കാൻ പറ്റും. അതുകൂടാണ്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് ഇവിടെ. ആക്ച്വലി നമ്മളിപ്പോൾ ഈ ഒരു ഫ്ലോറിൽ വെറുതെ അത് ജസ്റ്റ് കാണാനായിട്ട് വന്ന് കയറിയത് മാത്രമേ ഉള്ളൂ. നമുക്ക് പോകേണ്ടത് മുകളിലാണ്, 2nd ഫ്ലോറിലാണ്. അവിടെ ഏകദേശം പരിപാടികൾ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് 4 മണിക്കാണ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ 2 മണിക്ക് ഒന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ടുണ്ട്. 5 മണിക്കൂറാണ് നമ്മുടെ ഈ യാത്രയുടെ ദൈർഘ്യം എന്നുള്ളത്. നമ്മൾ ഈ കൊച്ചി കായലിൽ നിന്ന് അറബിക്കടലിൽ നമ്മൾ കൊണ്ടുപോയി അവിടെ നിന്ന് റൗണ്ടൊക്കെ അടിച്ചിട്ടാണ് നമ്മളിവിടെ തിരിച്ച് വന്നെത്തുന്നത്. കഴിയുമ്പോൾ നമ്മുടെ ദേശീയ പതാക താഴ്ത്തുന്ന വളരെ മനോഹരമായ കാഴ്ചയൊക്കെ നമുക്ക് ഇതിൽ കാണാമെന്നുള്ളതാണ്. അപ്പൊ ഇപ്പോ പോകുന്ന വഴിക്ക് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങള് 2 സൈഡിലുമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചെറിയ ഒരു ഗൈഡിങ് നമ്മുടെ പുറകില് റൈറ്റ് സൈഡിൽ കാണുന്ന വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ആദ്യം വന്ന് കയറിയതാണ്. ഇപ്പോഴാണ് ബാക്കി ഫാമിലി മെമ്പേഴ്സ് താഴെ മേലോട്ട് വരുന്നത്. ഏകദേശം ചെറുതായിട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കൂടിയാണ് ബോൾഗാട്ടി പാലസ്. അവിടെ പുറകിലായിട്ടൊക്കെ നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ഗവൺമെന്റിന്റെ പുതിയൊരു പദ്ധതി, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഹൈക്കോടതി എന്ന ബോർഡ് കാണാം. വാട്ടർ മെട്രോന്റെ ഫസ്റ്റ് സ്റ്റേഷനാണ്. അപ്പൊ ഇത് കൂടാതെ പുതിയൊരു പദ്ധതി വരുന്നത് സീ പ്ലെയിൻ, അതായത് ഇവിടെ നിന്ന് ഒരു ഫ്ലൈറ്റില് നമുക്ക് കുമളി, തേക്കടി ഭാഗങ്ങളൊക്കെ പോയിട്ട് കറങ്ങി വരുന്നതിന്. ശരിക്കും ഞാൻ വിചാരിച്ച പോലെയല്ല, ഭയങ്കരമായിട്ട് ചരിത്ര പ്രാധാന്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതിന് ചുറ്റുമായിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ ഗൈഡ് അത് നന്നായിട്ട് വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ഷിപ്പ് അങ്ങനെ ചെറുതായിട്ടങ്ങ് മുമ്പിലോട്ട് നീങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറബിക്കടലിൽ എത്തുന്നവരേക്കും സൈഡിലായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളുടെ വിവരണങ്ങളാണ് നമ്മളിപ്പോൾ ഗൈഡ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സുഹൃത്തുക്കളെ നമ്മുടെ പാട്ട്, ഡാൻസും നമ്മുടെ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ എല്ലാം നടക്കാൻ പോകുന്നത്. മാരേജ്, റിസപ്ഷൻ, ബർത്ത്ഡേ പാർട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രത്യേക പാക്കേജ് എടുത്തിട്ട് ഇവിടെ വന്ന് ഇടിച്ചു പൊളിക്കാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട്. ഇപ്പോൾ കാണുന്ന ഈ ആസ്പിൻ വാളൊക്കെ ശരിക്കും ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ മാതിരി ചരിത്രപ്രധാനമായിട്ടുള്ള നിറയെ കാര്യങ്ങൾ നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ കാണുന്ന ചെറിയ തിരയടിക്കുന്നൊരു സ്ഥലമാണ്. അത് കടലും കായലും സംഗമിക്കുന്നൊരു സ്ഥലം. അതായത് നമ്മൾ അറബിക്കടലോട്ട് കടക്കുകയാണ് സുഹൃത്തുക്കളെ.
തീരം അങ്ങനെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ കൊണ്ടുപോകുന്നത് ഒരുപാട് ദൂരേക്കാണ് നമുക്ക് തിരിച്ചു വരുന്നത്. ഇവിടുന്ന് തെക്കോട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ നമ്മൾ ഇത്രയും നേരം നമ്മൾ ചരിത്ര പ്രധാനമായിട്ടുള്ള പല കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഫ്ലോറായിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡാണ് കഴിക്കേണ്ടത്. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള പിന്നെ ഫുഡാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നോൺ വെജ്, അതായത് ചിക്കൻ, ബീഫ്, മട്ടൺ തുടങ്ങിയ വിഭവങ്ങളുണ്ട്. പിന്നെ എസ്പെഷ്യലി സീ ഫുഡുണ്ട്. നമ്മളൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സീ ഫുഡ് തന്നെയാണ്. പിന്നെ വെജിറ്റേറിയൻസിന് അവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള വേറെ ഫുഡ് ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐസ്ക്രീം, കട്ട് ഫ്രൂട്ട്സ്, സ്വീറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീണ്ടും വേറെയുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഈ 2000 രൂപ കൊടുത്തു ഈ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു 1000 രൂപ മുതലായിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡാണ്. അത് മാത്രമല്ല കിട്ടിലെ ആംബിയൻസിലാണ് നമ്മൾ ഇത് കഴിക്കുന്നത്. എനിക്ക് ഈ വൈബ് ശരിക്കും നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അനുഭവിച്ച് തന്നെ അറിയണം. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിലും ഇവിടുത്തെ മ്യൂസീഷ്യൻസ് നമ്മളെ മാക്സിമം എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൂക്ക അവിടെ പിന്നെ തിത്തിത്ത ഈ പാട്ടൊക്കെ കേട്ടിട്ടും അവന് നല്ല എൻജോയ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനുള്ള ആംബിയൻസ് ഒരു രക്ഷയില്ല. ശരിക്കും എന്താ പറയുക, അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. നമ്മളൊരു ആഡംബര ഒരു ഹോട്ടലിൽ നമ്മൾ നിൽക്കുന്നൊരു ഫീലാണ്. റെസ്റ്റ് ടൈം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ മേളിൽ വന്നിട്ടുണ്ട്. ഇനി തകർക്കണം. നല്ല കിടുക്കാച്ചി കാറ്റുണ്ട്. ഇതൊരു സുഖമുള്ള കാറ്റാണ്. ഈ സുഖമുള്ള കാറ്റ് ഒരിക്കലും ഈ ഫാനൊന്നോ എ സിയൊന്നോ കൂളറൊന്നും നമുക്ക് കിട്ടത്തില്ല. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ കപ്പൽ നിയന്ത്രിക്കുന്ന ഈ ആൾക്കാരുടെ റൂമുകൾ. അപ്പോൾ വയസ്സായ ആൾക്കാർ ഇവരുണ്ട്. പാട്ട്, ഡാൻസ് തുടങ്ങിയ കലാരൂപങ്ങളൊക്കെ നമുക്ക് മുന്നിൽ വിരുന്നായിട്ട് ഒരു തരുന്നുണ്ട്. ശരിക്കും ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. ഞാൻ വീഡിയോയുടെ ദൈർഘ്യം കൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു പാട്ട് ഒരു വീഡിയോയുടെ ചെറിയൊരു സീൻസ് മാത്രം ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് വാഷ്റൂമിലോട്ട് പോകാനായിട്ട് താഴെ വന്നതാണ്. അതിനിടയ്ക്കാണ് ഈ ഗ്ലാസ്സിൽ കൂടെ പുറത്തോട്ട് കാണുമ്പോഴത്തേക്കുള്ള ഭീകരമായിട്ടുള്ള കാഴ്ച. ഭയങ്കര രീതിയിൽ തിരമാലകൾ അലയടിക്കുകയാണ്. ഇവരുടെ വാഷ്റൂമൊക്കെ ആണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ഷിപ്പ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. നമുക്കിനി വീണ്ടും മേലോട്ട് പോവാം. ഇതാണ് ഏറ്റവും സൂപ്പർ മൊമെൻ്റ് എന്നുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ കൊച്ചു പിള്ളേരെ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാം മറന്ന് തുള്ളി ചാടി അങ്ങ് ആടി തിമിർത്ത് ഡാൻസ് ചെയ്യുകയാണ്. ഇത്രയും നേരം മസിൽ പിടിച്ചിട്ട് എനിക്ക് പോലും ഒന്ന് ഡാൻസ് ചെയ്യാൻ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് ഡാൻസ് ചെയ്തു. അതുകൊണ്ടാണ് ആ ഡാൻസിൻ്റെ ഫുൾ അങ്ങ് വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റാത്തത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ കിഡ്സ് ഏരിയയാണ്. കിഡ്സിന് കളിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഗെയിം കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഏകദേശം 4 മണിക്കൂർ പീരീഡുണ്ടാവും. ഒരു 90% കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവശേഷിക്കുന്നത് ഒരു DJ മാത്രമാണ്. പക്ഷെ സമയം പോയത് അറിഞ്ഞിട്ട് നമ്മൾ പിറ്റിയ സ്ഥലത്തിൽ തിരിച്ച് വന്ന് ലാൻഡായിട്ടുണ്ട് ഈ ഷിപ്പ്. നമുക്ക് DJക്ക് പോകാം. വെറും 2000 രൂപയ്ക്ക് ആക്ച്വലി ഇതിലും വരും ബെസ്റ്റായിട്ടുള്ള വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും ബെസ്റ്റാണ്. ഇപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതുവരെയും പിന്നെ ഇവിടെ വരാത്തതുണ്ടെങ്കിൽ വരണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.